വയനാട്ടിൽ രാഹുൽ ഗാന്ധി എത്തിയ സമയത്ത് ലീഗിന്റെ പച്ച പതാക എങ്ങും കണ്ടിട്ടില്ലായിരുന്നു. അത് മനഃപൂർവ്വം രാഹുൽ ഗാന്ധി പറഞ്ഞിട്ട് മാറ്റിയതാണോ അതോ കോൺഗ്രസ് നേതാക്കൾക്ക് പണ്ടേയുള്ള പച്ച പതാകയോടുള്ള വിരോധം അതുകൊണ്ട് ലീഗ് ആ കൊടി ഇറക്കാഞ്ഞതാണോ എന്ന ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇതേപറ്റി മുൻ മന്ത്രിയും ഇപ്പോഴത്തെ MLA-യുമായ KT ജലീൽ എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അത് വായിച്ചാൽ മനസ്സിലാകും ലീഗിന് എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ള കാര്യം. അതിന്റെ തുടക്കം തന്നെ ഇങ്ങനെയാണ്: ലീഗ് പച്ച പതാക മാറ്റുമോ? രാഹുൽ ഗാന്ധി വരുമ്പോൾ ഉയർത്താൻ പറ്റാത്ത പതാകയാണ് ലീഗിന്റെ പച്ച പതാകയെങ്കിൽ അടിയന്തരമായി ലീഗ് കൊടിയുടെ നിറം മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കണം. കായിദെ മില്ലത്തിനും സീതി സാഹിബിനും ബാക്കഫി തങ്ങൾക്കും പറ്റിയ തെറ്റ് ഞങ്ങൾ തിരുത്തുന്നു എന്ന് പ്രഖ്യാപിക്കണം. അതിനായി മുസ്ലിം ലീഗിന്റെ ഭരണഘടന ഭേദഗതി ചെയ്യണം. 5 പതിറ്റാണ്ടിലധികമായി ലീഗിന്റെ സഖ്യകക്ഷിയായ കോൺഗ്രസിന് പോലും അലർജിയായ അർദ്ധനക്ഷത്രാങ്കിത ഹരിത പതാകയെങ്കിൽ പിന്നെ ആർക്കാണ് ആ പതാക ദഹിക്കുക? സംഘപരിവാറിന്റെ മറ്റൊരു പതിപ്പായി കോൺഗ്രസ് മാറുകയെന്നല്ലേ അതിനർത്ഥം. ലീഗിന്റെ പേരും പതാകയുമാണ് 1947 മുതൽ 1967 വരെ മുസ്ലിം ലീഗിനെ അംഗീകൃത ഘടകകക്ഷിയാക്കാൻ കോൺഗ്രസിന് തടസ്സമായത്. പച്ചക്കൊടിയോടുള്ള അയിത്തം കോൺഗ്രസ് നേതാക്കൾക്ക് മാറിയത് 1967 ചെങ്കൊടിയുടെ കൂടെ പച്ചപ്പതാക കൂട്ടിക്കെട്ടിയതോടെയാണ്. സംഘപരിവാറിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഹരിത പതാക ഉയർത്താൻ ഭയപ്പെടുന്ന ലീഗ് ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുകയാണ്. കോൺഗ്രസിന്റെയും പതാക ഉയർത്തിയില്ലല്ലോ എന്ന് മേനി പറയുന്ന മൂവർണ്ണ ബലൂണുകൾ തൊപ്പിയും ജാതിയിൽ നിർലോഭമായതിനെ കുറിച്ച് എന്താണ് ഒരക്ഷരം ഉരിയാടാത്തത്? കൊടി പോകട്ടെ, ലീഗ് പ്രവർത്തകർക്ക് പച്ച തൊപ്പിയെങ്കിലും ധരിക്കാൻ അവകാശം നൽകിക്കൂടായിരുന്നോ? പച്ചക്കൊടിയോട് രാഹുൽ ഗാന്ധിക്ക് ഇത്ര അലർജി ആണെങ്കിൽ പച്ചക്കൊടി ആരും പിടിക്കാത്ത കർണാടകയിലോ ആന്ധ്രയിലോ UP-യിലോ അദ്ദേഹത്തിന് മത്സരിക്കാമായിരുന്നില്ലേ? വയനാടിന്റെ പ്രകൃതി കനിഞ്ഞരളിയ നിറമാണ് പച്ച. ആ പച്ച തന്നെയല്ലേ ലീഗിന്റെ കൊടിയുടെ നിറത്തിലെ പച്ചയും? പാകിസ്ഥാനെ പോലെ ഇന്ത്യ അതിർത്തി പങ്കിടുന്ന രാജ്യമാണല്ലോ ചൈന. ഇന്ത്യ ചൈന യുദ്ധവും നടന്നിട്ടുണ്ട്. ചൈനയുടെ കൊടിയുടെ നിറമാണ് ഇടതുപക്ഷ പാർട്ടികൾക്കെന്നും അവരത് ഉയർത്തുമെന്നും സംഘപരിവാർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിസം വൈദേശികമാണെന്നും ആക്ഷേപിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളുടെ പട്ടികയിൽ മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കുമൊപ്പം കമ്മ്യൂണിസ്റ്റുകാരെയും ഗോൾവാർക്കൾ എണ്ണിയിട്ടുണ്ട് എന്ന് കരുതി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോട് ആരെങ്കിലും ചെങ്കൊടി ഉയർത്തരുതെന്ന് പറഞ്ഞാൽ അവരതിന് പുല്ലുവിലയെ കൽപ്പിക്കുകയുള്ളൂ. NIA നിയമഭേദഗതിക്കെതിരായി വോട്ട് രേഖപ്പെടുത്തുന്നവർ രാജ്യദ്രോഹികളാണെന്ന് അമിത്ഷാ പ്രഖ്യാപിച്ചപ്പോൾ ഭയന്ന് വിറച്ച കോൺഗ്രസ് BJP-യുടെ കൂടെ ചേർന്ന് അതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. ആ കരിനിയമത്തിനെതിരെ കേരളത്തിൽ നിന്ന് ഇന്ത്യൻ പാർലമെന്റിൽ ഉയരുന്നത് ഒരേ ഒരു കൈയാണ്. അത് CPM-ന്റെ ഏക അംഗം A ആരിഫിൻ്റെതാണ്. ഇന്നലെ തൊപ്പി ഊരാൻ പറഞ്ഞ കോൺഗ്രസ് ഇന്ന് കൊടി ഊരാൻ പറഞ്ഞു. നാളെ അവർ ലീഗിന്റെ മുന്നിലെ മുസ്ലിം ഊരാൻ പറഞ്ഞാൽ അതും ലീഗ് കേൾക്കേണ്ടി വരില്ലേ? ഇന്ത്യ മുന്നണിയിലെ മറ്റേതെങ്കിലും ഒരു ഘടകകക്ഷിയോട് കോൺഗ്രസ് അത്തരമൊരാവശ്യം മുന്നോട്ട് വെക്കുമോ? പച്ച പതാകയുടെ മഹാത്മ്യം ദയവായി ലീഗിനി മേലിൽ പാടി നടക്കരുത്. ആ കൊടി 4 ആൾ കൂടുന്നിടത്ത് ഉയർത്താൻ പറ്റാത്തത്ര മോശമാണെന്ന് ലീഗ് തന്നെയല്ലേ സമ്മതിച്ചിരിക്കുന്നത്? ഇതിലും ഭേദം ലീഗ് പിരിച്ചുവിട്ട് കോൺഗ്രസ് ലയിക്കുന്നതാണ്. അതിലേക്ക് പാർട്ടി പ്രവർത്തകരുടെ മനസ്സിനെ പരുവപ്പെടുത്താനുള്ള പരീക്ഷണമാണോ വയനാട്ടിൽ നടന്നത്? ലീഗ് അണികൾക്ക് ഖാദർ മൊയ്തീൻ സാഹിബിനേക്കാളും സാദിഖ് അലി തങ്ങളെക്കാളും ഇഷ്ടം രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസ് നേതാക്കളോടുമാണെന്ന സമീപകാലത്തെ ചില സംഭവങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഗുലാം നബി ആസാദിലെ നബി ചില കോൺഗ്രസ് നേതാക്കൾക്ക് പിടിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് കോൺഗ്രസ് വിട്ടു പോകേണ്ടി വന്നത്. അതൊക്കെ മനസ്സിലാക്കി ഉണർന്ന് പ്രവർത്തിച്ചാൽ ലീഗിന് നന്ന്. അല്ലെങ്കിൽ ഒട്ടകത്തിന് തല ചായ്ക്കാൻ ഇടം കൊടുത്ത കൂടാരത്തിന് പുറത്തായ അറബിയുടെ സ്ഥിതി വരും ലീഗിന്റെ നേതാക്കൾക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു KT ജലീൽ ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. അതിൽ ഈ പറയുന്ന ലീഗിന്റെ പതാകയും പങ്കുവച്ചിട്ടുണ്ട്. കൃത്യമാണ് KT ജലീലിന്റെ നിലപാട്. കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിൽ തൊപ്പി ഊരണമെന്ന് പറഞ്ഞു, ഇപ്പോൾ കൊടി ഊരണമെന്ന് പറയുന്നു. നാളെ മുസ്ലിം ലീഗിൽ എന്ന പാർട്ടിയുടെ മുസ്ലിം എന്ന പേരെടുത്ത് മാറ്റണമെന്ന് പറഞ്ഞാൽ അതനുസരിക്കേണ്ട രീതിയിലേക്ക് അത്രയും തരം താഴ്ന്ന അവസ്ഥയിലേക്ക് മുസ്ലിം ലീഗ് മാറുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുകയാണ്. ഈ പച്ചക്കൊടി വിവാദം വലിയ രീതിയിൽ ചർച്ചയാകുന്നതിനൊപ്പം തന്നെ അവിടെ കേന്ദ്ര സർക്കാരിനെതിരെയും വിമർശിക്കാനും അദ്ദേഹം മറന്നിട്ടില്ല. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, ഈ ഒരു NIA നിയമ ഭേദഗതിക്കെതിരെ വോട്ട് രേഖപ്പെടുത്തുന്നവർ രാജ്യദ്രോഹികളാണെന്ന് അമിത്ഷാ പറഞ്ഞപ്പോൾ അത് കേട്ട് മിണ്ടാതെ നിൽക്കുന്ന കോൺഗ്രസിനെയാണ് നമ്മൾ കണ്ടത്. അതിനൊപ്പം പക്ഷെ അതിനെതിരെ ശബ്ദമുയർത്താൻ കൈ ഉയർത്തിയത് ഒരേ ഒരാളെ ഉണ്ടായിരുന്നു. അത് CPM-ന്റെ MP ആയിരിക്കുന്ന AM ആരിഫിൻ്റെതായിരുന്നു. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഇവിടെ രാഹുൽ ഗാന്ധിക്കെതിരെ പേടിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് പറയുന്ന കാര്യങ്ങൾ മാത്രം മത്സരിക്കുന്ന ഒരു പാർട്ടിയായി ലീഗ് അധപ്പതിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിനൊപ്പം തന്നെ ഒരു പച്ചക്കൊടി ഉയർത്താനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ആ പാർട്ടി തരം താഴ്ന്നുണ്ടെങ്കിൽ
അതിന്റെ ഉത്തരവാദിത്തം പാർട്ടി നേതാക്കൾക്ക് തന്നെയാണെന്നാണ് കെ ടി ജലീൽ വിമർശിക്കുന്നത്. എന്തായാലും ഈ പച്ചക്കൊടി വിവാദം അടുത്തെങ്ങും അവസാനിക്കുന്ന ലക്ഷണം കാണാൻ കഴിയുന്നില്ല. കെ ടി ജലീലിന്റെ പോസ്റ്റോടുകൂടി അത് വീണ്ടും ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്.